Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. അച്ഛൻ മകളുടെ ചുമലിൽ വാത്സല്യത്തോടെ സ്പർശിക്കുന്നത് പോലും സംശയത്തോടെ നോക്കേണ്ട ഗതികേടിലാണ് സാക്ഷര കേരളം ഇന്ന്. ശ്രേഷ്ഠ ഭാഷാ പദവിയും സാക്ഷരതയും ഉടുപ്പുലയാതെ ജോലി ചെയ്യാനുള്ള മടിയും ഒഴിച്ചാൽ മറ്റെന്താണ് കേരളത്തിലുള്ളത്? പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും മർദ്ദിക്കുകയും പീഡിപ്പിച്ചു കൊല്ലുകയും അമ്മ പെങ്ങന്മാരെ കാമം നിറഞ്ഞ കണ്ണുകളിലൂടെ നോക്കി കാണുകയും ചെയ്യുന്ന ഈ ആസുരത നിറഞ്ഞ യുവത്വമോ? മറിച്ച് ഇനി ഒരിക്കൽ കൂടി ചെയ്യാൻ പേടി തോന്നിക്കുന്ന തരത്തിലുള്ള ശിക്ഷാരീതികളാണ്. ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താം, പക്ഷെ ഉറക്കം ധരിക്കുന്നവനെ ഉണർത്താനാവില്ല. ഇന്ന് ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാനാവുന്നുണ്ടോ? സംരക്ഷണമാകേണ്ട സമൂഹവും വ്യക്തികളും ഇന്ന് സ്ത്രീകൾക്ക് തന്നെ ഭീഷണിയായിരിക്കുന്നു. നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഉപവാസ സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അടുത്തതായി ഹാരാർപ്പണമാണ്. എല്ലാവരും
ഗാന്ധി പ്രതിമയുടെ അടുത്തേക്ക് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. Let's go. I like you, girl. Come on with me. Tempting me. Keep on moving. Now shake it, girl. 1, 2, 3, 4. It's time to party time. കണ്ടാൽ പെണ്ണാളൊരു പാപം, തൊട്ടാൽ പൊട്ടും ഇളം പ്രായം. കണ്ടാൽ പെണ്ണാളൊരു പാപം, തൊട്ടാൽ പൊട്ടും ഇളം പ്രായം. താനെ വന്നു കണ്ടാൽ, ദൂരെ നിന്നു കണ്ടാൽ, മോഹങ്ങൾ ആർക്കും തരാം. കൂടെ പോരുകില്ല, കൂട്ടിൽ വീഴുകില്ല, സ്വപ്നത്തിൽ മാത്രം വരാം. കൂരമ്പു കൊള്ളുന്ന പോലെ ആളും കോളും അറിയാതെ ഒന്നും ഞാൻ വന്നു ചേരില്ല ചാരേ. പച്ചവെള്ളത്തിനെയും തീ വിഴുങ്ങുന്ന കാലം മാറുവാനായി വാഴാൻ സിംഹമാവേണ്ട ലോകം. Take me higher, keep on moving, never say you're gonna bleed. Hit the flow and keep on waving, everything you gotta do. Let's go, take it nice and slow. Don't stop, baby, make it flow, make it flow, make it through. Let's take this body, go explode. Yeah, ooh, 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 yeah, hey. വേണ്ട വേണ്ട വല വീശിടേണ്ട, അനുരാഗമാണെന്ന പോലെ സ്നേഹം നൽകാൻ ആശിച്ചുവെങ്കിൽ ദൂരത്തു നിന്നാലും പോരെ. നേരറിഞ്ഞൊരു പെണ്ണ്, ഉള്ളു കാണുന്ന കണ്ണ്, എന്തിനാടുന്നു മുന്നിൽ പൊയ്മുഖം ചൂടി നിന്ന്.
എന്തിനാ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞു? എടാ, നമുക്ക് സെന്റ് ഫ്രാൻസിസ് ചർച്ച് വരെ ഒന്ന് പോണം. ഈ രാത്രിയിലോ? ഞാൻ പോയിട്ട് വരാം. ഇവളാണ് എൻ്റെ പെണ്ണ് അഭിരാമി. ഈ നഗരം എനിക്ക് സമ്മാനിച്ചതാണ് ഇവളെ. എന്നാണ് ഞാൻ ഇവളെ ആദ്യമായി കണ്ടത്? ജീവിതത്തിൽ ഇനി എന്ത് എന്നറിയാതെ പകച്ചു പോയപ്പോൾ ദൈവമാണ് സഞ്ജയ് എന്ന സുഹൃത്തിൻ്റെ രൂപത്തിൽ എന്നെ ഈ നഗരത്തിലേക്ക് ക്ഷണിച്ചത്. അവനെ കാണാനാണ് ഞാൻ ഈ നഗരത്തിൽ ഒരിക്കൽ കൂടി വന്നത്. അപരിചിതമായ ഈ നഗരത്തിൽ അവനെ തേടിയുള്ള ആ യാത്രയാണ് എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചത്. ഓട്ടോ എത്ര? 20 രൂപ. Hello? Yeah, I'm coming. I'm sorry. Yeah, I'll be there in 10 minutes. Yeah, I'm coming. Wait. ഹലോ സഞ്ജയ്, ഞാനിവിടെ സൗത്ത് പാർക്കിലെ കോഫി ഷോപ്പിലുണ്ട്. ഓ റിയലി സോറി അർജുൻ, ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു അർജന്റ് മീറ്റിംഗ്. വന്നിട്ട് വിളിക്കാം. ഇറ്റ്സ് ഓക്കെ സഞ്ജയ്. എപ്പോൾ തിരിച്ചെത്തും? മേ ബി നെക്സ്റ്റ് മന്ത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. എന്തായാലും താൻ തിരിച്ചു വരുന്നവരെ ഞാൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ തിരിച്ചു വന്നിട്ടൊന്ന് വിളിക്കേ. ശരി അർജുൻ. ഓക്കെ ശരി, ഓക്കെ. ടീം, വി ആർ സ്റ്റാർട്ടിങ് അവർ സെക്കൻഡ് ക്വാർട്ടർ. ബട്ട് നമുക്ക് കുറച്ച് ബാക്ക്ലോഗ്സ് ഉണ്ട്. അഭിരാമിയുടെ ലീഡർഷിപ്പിലുള്ള നിങ്ങളുടെ ഈ ടീം IDFB ബാങ്കിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. സാം, കമൻ.
ഓക്കെ, ലെറ്റ്സ് സീ. ഇപ്പോൾ നമുക്ക് ഈ മാസത്തെ ബെസ്റ്റ് പെർഫോമറെ പരിചയപ്പെടാം. അബി പ്ലീസ്. ഡ്രൈവ്, പാഷൻ, ഹാർഡ് വർക്ക്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലക്ഷ്യം ആർജിക്കാൻ അത്യാവശ്യം വേണ്ട 3 കാര്യങ്ങൾ. ആൻഡ് ദി ബെസ്റ്റ് പെർഫോമൻസ് പ്രൂവ്സ് ദാറ്റ്. ലെറ്റ്സ് കൺഗ്രാറ്റുലേറ്റ് ഹിം. Who is this guy? Got it. നീ അത് ഇതുവരെ വിട്ടില്ലേ? കമോൺ, cheer up. അതല്ല സാം, ബാങ്കിന്റെ പ്രോപ്പർട്ടി അല്ലേ എൻ്റെ നിന്ന് പോയത്. ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. നോ, യു ആർ നോട്ട്. ബാങ്ക് ചോദിക്കുക എന്നോടല്ലേ, ആൻഡ് ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. ഹലോ, അഭിരാമി അല്ലേ? ഞാൻ അർജുൻ. ബൈ മിസ്റ്റേക്ക് നമ്മുടെ രണ്ടുപേരുടെയും ലാപ്ടോപ്പ് മാറിപ്പോയിരിക്കുന്നു. ഓ, ഇപ്പൊ എവിടെയുണ്ട്? ഞാനിപ്പോൾ ബീച്ചിനടുത്തുള്ള ലോഡ്ജിലാണ് താമസം. ഒരു അരമണിക്കൂർ ഞാൻ ബീച്ചിലെ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്താം. താങ്ക് യു. ഓക്കെ സാം, എൻ്റെ ലാപ്ടോപ്പ് കിട്ടി. He had called me. Oh, really? That's good. I have to go. വിളിച്ചയാളുടെ പേരെന്താന്നാ പറഞ്ഞ? അർജുൻ. അർജുൻ. ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേർ ഒരുപാട് കിട്ടും. നിന്റെ പാസ്വേഡ് ഹാക്ക് ചെയ്ത് ആ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നത് ഈസ് നോട്ട് എ ബിഗ് ഡീൽ. പക്ഷേ അത് തിരിച്ചു തരാൻ അവൻ കാണിച്ച ഇൻട്രസ്റ്റ് അത് കൊള്ളാം. വി നീഡ് എ ഗായ് ലൈക്ക് യു. വിശ്വസിക്കാൻ കൊള്ളുന്നവൻ. ഫിക്സ് ആൻ അപ്പോയിൻമെന്റ്. അപ്പോ അച്ഛനെ കണ്ടെത്തുന്നത് വരെ അർജുൻ ഒരു ജോലി വേണം, താമസിക്കാൻ ഒരു സ്ഥലവും. അതെ. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ഓഫർ ചെയ്യാൻ പറ്റുന്ന ജോലിയൊന്നും എൻ്റെ കയ്യിലില്ല. ബട്ട് ലെറ്റ് മീ സീ, എൻ്റെ ഓഫീസിലൊരു വേക്കൻസി ഉണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ദെൻ കോൺടാക്ട്. ഓക്കെ, ശരി. വലിയ ഇടയൻ അവനാണ്,
അവൻ്റെ കൽപ്പനകൾക്കൊപ്പം നീങ്ങുന്ന ആട്ടിൻകൂട്ടമാണ് നമ്മളൊക്കെ. അവനറിയാതെ ഒരില പോലും പൊഴിയുന്നില്ല. കർത്താവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോമോളെ. വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ സങ്കടങ്ങൾ അറിയാവുന്ന അവനാണ്. യെസ്, ഐ ട്രസ്റ്റ് ഹിം. ഫാദർ, എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും നീ കൂടെ ഉണ്ടായിരിക്കും കുട്ടി. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഇറങ്ങട്ടെ ഫാദർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പോ. അതെ, എഴുന്നേറ്റേ, അല്ലെങ്കിൽ തന്നെ വണ്ടി ലേറ്റാ. പോ, ഒന്ന് പെട്ടെന്നാവട്ടെ. ഇതപ്പോ എത്തി വണ്ടി. ഇറങ്ങ. പോ. റൈറ്റ്. എന്താണ്? നാളില്ല. നാളെ വാടി. വേറെ ആരുമില്ല നാളെ. നാളെ ഒറ്റ ചാൻസേ ഉള്ളൂ. വാടി, വാ. ആരറിയാനാ? വന്നോ, ഒരു പ്രശ്നമില്ല. ഞാൻ ഏറ്റില്ലേ. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, എന്റെ പൊന്നുമുത്തേ. ചേട്ടാ, ചേട്ടാ, എന്താ? ഒരു ഓട്ടം പോവില്ല. ഇവിടെ പറഞ്ഞതാ. കട്ടാക്കല്ലേ. വേറൊരു കാര്യം പറയാനുണ്ട്. ഓട്ടം പോവാ ചേട്ടാ. ഓട്ടം പോവില്ലെന്നല്ല പറഞ്ഞ്. വേറെ വണ്ടി നോക്ക്. നിന്നോടല്ല. ഹലോ ചേട്ടാ. ഹലോ ചേട്ടാ. ചേട്ടാ. ഹലോ. നശിപ്പിച്ച് ഈ അഡ്രസ്സിൽ ഒന്ന് എത്തിക്കോ. കേറണോ? ഓ, കേറി. വെറുപ്പിക്കല്ലേ പാണ്ടടങ്ങാൻ. ഓരോരുത്തന്മാർ പാതി രാത്രിയിൽ ഇറങ്ങിക്കോളും. മനുഷ്യനെ മെനക്കെടുത്തായി അറിയിക്കുക എന്നെ കൊടുന്നു. എത്രയായി? 120. ഉണ്ട്. എവിടെ പോവാനാ? അതെ ചേട്ടാ, എന്റെ പേഴ്സ് കാണാനില്ല. വിളച്ചിലെടുക്കല്ലേ? ഇല്ല. വിളച്ചിലെടുക്കല്ലേ? നമ്പർ ഒരുപാട് കണ്ടോനാ ഞാൻ. ഈ നട്ടപ്പാതിരക്ക് ഓട്ടോ വിളിച്ചിട്ട് നാട് മുഴുവൻ തെണ്ടിച്ചിട്ട് തെണ്ടിത്ര കാണിക്കണോടാ പന്നി. ഞാൻ നാളെ കാലത്ത് സ്റ്റാൻഡിൽ വന്ന് തന്നോളാം. ചെറ്റത്ര കാണിക്കുന്ന അതിരുണ്ട്. ഞാൻ നാളെ തന്നോളാം. നിന്റെ പൈസ ഞാൻ വാങ്ങിച്ചിട്ട പോളാ. മനസ്സിലായി. ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഓട്ടോ ഓട്ടുന്നത് എന്തിനാടാ? അതെ അതെ. നിന്നെ കണ്ടും വലിയവരെ കണ്ടോളാടാ ഞാൻ. ഓട്ടോക്കാരിയാടാ നീ പറ്റിക്കാൻ നോക്കുക. പാതിരാത്രിയിൽ നടുറോട്ടി കിടന്ന് കബഡി കളിക്കണോടാ? സാർ, നട്ടപ്പാതിരക്ക് ഓട്ടോ വിളിച്ച് പൈസ തരാതെ. ഇങ്ങോട്ട് മാറിയെന്നേ. എന്താണ് നിന്റെ പേര്? മാധവൻ. ഓ, മാധവൻ. ഞാൻ എന്റെ സുഹൃത്തിനെ അന്വേഷിച്ച് വന്നതാ. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ആ അഡ്രസ്സിൽ ആളില്ല. ഈ ഭൂമിയിൽ ഇല്ലാത്ത ഒരു സുഹൃത്തിനെ എന്നിട്ടെന്താ ഓട്ടം വിളിച്ചിട്ട് നീ കാശ് കൊടുക്കാത്തത്? അത് ഞാൻ പേഴ്സ് തപ്പി വെക്കുമ്പോ കാണാനില്ല. ആരാണ്ട് പോക്കറ്റ് അടിച്ചാ സാറേ. എന്താ നിന്റെ സുഹൃത്തിന്റെ പേര്? അർജുൻ. അർജുൻ? നീ അവന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഇങ്ങനെ എടുത്തേ. ഇതാ സാറേ.
നിനക്ക് എത്ര രൂപ തരാനുള്ളത്? എനിക്ക് 160 റുപ്യ സാർ. പൈസ വേണ്ട സാർ, പൈസ വേണ്ട, പൈസ വേണ്ട. നീ ജീപ്പിലോട്ട് കയറി. ഞാൻ സാറിന് നാളെ തന്നോളാം. ഞാനൊരു പാവാ സാറേ. പാവങ്ങൾക്കും കയറാം. കയറോ? കേറി. വണ്ടി എടുക്ക. ഓ ഓ ഓ ഓ ഓ നട്ടപ്പാത് കാക്കിയിട്ട് ഇറങ്ങിപ്പോൾ ഓരോരുത്തർ ആ കൈ കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രാവിലെ ജംഗ്ഷനിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ. നീ കിടന്നോ? ഞാൻ ഇത്തിരി ലേറ്റാവും. മോളിറങ്ങിയോ? ശരി. ഇരിക്കെ. നീ പറയുന്ന അർജുൻ എന്തിനാ ഇവിടെ വന്നത്? വരുന്നുണ്ട്. ഇവിടെ വരെ വന്നിട്ട് അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതൂടെ നിനക്ക്? ആവശ്യത്തിൽ കൂടുതൽ ഹർജി അമ്മ തന്നെ ഭഗവാന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനും കൂടി. അത് വേണ്ടമ്മേ. നാവെടുത്ത അധിക പ്രസംഗേ പറയത്തുള്ളൂ. സരസ്വതി, ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു. ചെറുക്കനും കൂട്ടർക്കും മോളെ ഇഷ്ടായി. അടുത്ത ആഴ്ച അവര് വരും. ഉറപ്പിക്കാനേ മോളുടെ ഭാഗ്യാന്ന് കൂട്ടിക്കോ. ഇങ്ങനെ ഒരു ബന്ധം എനിക്ക് കിട്ടാനില്ല. അത്ര നല്ല കുടുംബക്കാരാ. ദേവീകടാക്ഷമാണെന്ന് കരുതിക്കോളൂ. അവര് വന്നോട്ടെ കുറുപ്പേട്ട. നല്ലതാണെങ്കിൽ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഓ മോനെ, അച്ഛനെ ഒന്ന് അറിയിക്കണ്ടേ? വേണ്ട. വേണം മോനെ. എത്രയായാലും സ്വന്തം മോളല്ലേ. ആ വിചാരം അച്ഛനുണ്ടായിട്ടില്ലല്ലോ ഈ നിമിഷം വരെ. ഉണ്ടോ? അമ്മയ്ക്കറിയോ, ഞാനീ പറഞ്ഞ അച്ഛൻ്റെ സാമീപ്യം കൊതിച്ചിട്ടുണ്ട് ഒരുപാട്. ഞാനും അച്ചു. സ്നേഹത്തോടൊരു വിളി, വാത്സല്യത്തോടൊരു നോട്ടം കിട്ടിയിട്ടില്ല ഇതുവരെ. അതറിയാം. സ്നേഹത്തോടെ ഓർത്തു വയ്ക്കാൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല എൻ്റെ ഈ ജീവിതത്തിൽ. പക്ഷേ നിങ്ങളുടെ അച്ഛനല്ലേ നാളെ ചെന്ന് കയറുന്ന വീട്ടിൽ എൻ്റെ കുട്ടി അച്ഛനില്ലാത്തവളാണെന്നുള്ള വാക്ക് കേൾക്കാൻ ഇടവരുത്തരുത്. അതോർത്തിട്ടെങ്കിലും മോനച്ഛൻ്റെ അടുത്ത് ചെല്ലണം. ഏട്ടാ,
പോയാലോന്ന് ആലോചിക്കുക. പക്ഷേ അമ്മയോടെന്ത് പറയും? എടാ നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. അതാ ഓഫീസ്. കടയാണ്. ഇത് തന്നെ. ഇടപാട് നടത്തിയത് ഞാനാണെങ്കിൽ കമ്മീഷൻ വാങ്ങാൻ എനിക്കറിയാം. രൂപ 1 2 അല്ല, ലക്ഷങ്ങളാ, ലക്ഷങ്ങൾ. വീടില്ല ഞാൻ. തെറ്റുകൾ ഒരുപാട് പറ്റിയിട്ടുണ്ട് അച്ഛന്. അല്ല, തെറ്റുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ക്ഷമിക്കുക. പറ്റുമെങ്കിൽ എല്ലാം മറക്കുക. കുറച്ച് ജിലേബിയ അച്ചുമോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛ തന്നാണെന്ന് പറയണ്ട. ചിലപ്പോ അവൾ വലിച്ചെറിയും. എന്റെ മോള് ഒത്തിരി താലോലിക്കാനും അവളുടെ വളർച്ച കാണാനുള്ള ഭാഗ്യമില്ലാത്തൊരു തന്തയായി പോയില്ല. അച്ഛൻ വരുന്നുണ്ട് അടുത്ത് തന്നെ. അച്ഛൻ ആളകം മാറി. അപ്പോ ഇരു കൂട്ടർക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം, അല്ലേ ശ്രീധര? അതെ, എനിക്ക് ആകെയുള്ളത് ഇവർ രണ്ടുപേരും. പിന്നെ നമ്മൾ ഈ തറവാടികളായതുകൊണ്ട് ഈ കണക്ക് പറച്ചിലിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു 50 പവനും 10 ലക്ഷം രൂപയും ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി അങ്ങോട്ട് കൂട്ടും. എന്താ, മതിയോ? അത് തറവാടിത്തം. അവരഭിമാനികളാ. അച്ഛൻ എന്തുറപ്പില്ല ഇത്രയും വലിയ തുകയൊക്കെ പറഞ്ഞത്? ഇതൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? ഈ തൈപ്പറമ്പിൽ തറവാട്ടിൽ നിന്നും ഒരു പെൺകൊച്ചിറങ്ങിപ്പോകുമ്പോ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു അന്തസ്സ് വേണ്ടേ? വേണം. മറ്റുള്ളതെന്നോർത്ത് എൻ്റെ മോൻ വിഷമിക്കണ്ട. ഇത് അച്ഛൻ്റെ വാക്കാടാ. എന്നാ പിന്നെ സമയം കളയുന്നില്ല മോനെ, അച്ഛൻ പോയിട്ട് വരാം. ദിവസങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പോവേ. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കണ്ടേ? എടാ, പണത്തിന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട, അച്ഛനുണ്ടടാ. എന്നാ ശരി. പിന്നെ ആ ഓഡിറ്റോറിയത്തിന്റെ കാര്യം ഒന്ന് ഉറപ്പ് വരുത്തിക്കണം, മറക്കണ്ട. ശരി കൃഷ്ണ.
പിന്നീട് കുറച്ച് നാളത്തേക്ക് ശ്രീധരേട്ടനെ കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചവരെ പോലെയായി അർജുനും വീട്ടുകാരും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എടാ നിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു മോനെ? എന്താ ഒരു ചൂട് അല്ലേ? ഞാൻ കരുതി സിറ്റിയിൽ മാത്രമേ ചൂടുണ്ടാവുള്ളൂന്ന്. ചൂട് തന്നെ, എല്ലായിടത്തും ചൂട് തന്നെ. ആ മോളെ, കല്യാണമൊക്കെ ഇങ്ങ് എത്തി അല്ലേ സരസ്വതി? അല്ല, ഈ കല്യാണാവുമ്പോ ഇനി അങ്ങോട്ട് തിരക്കോട് തിരക്കാവും. എനിക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സംസാരിക്കണമല്ലോ, അതിന് ഞാനിവിടെ അല്ലേ. പക്ഷേ അതിനു മുമ്പ് എനിക്കൊന്ന് കുളിക്കണം, നല്ല ക്ഷീണമുണ്ട്. സരസ്വതി, വെള്ളം എടുത്തു വയ്ക്കി. മോളെ, നല്ല വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കി. രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്തായിരുന്നു ആലോചിച്ചല്ലോ മനുഷ്യൻ. അച്ഛനൊന്നും പറഞ്ഞില്ല? അച്ഛൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ശരിയാവില്ല മോനെ. എന്നുവെച്ച് നമുക്ക് വാക്കുമാറാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. നമുക്ക് ഈ വീടും പറമ്പ് അങ്ങോട്ട് വിൽക്കാം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ആലോചിച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാൻ ഇതല്ലാതെ വേറൊരു വഴി എൻ്റെ മുന്നിലില്ല. അല്ല, എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആദ്യം കാര്യങ്ങൾ നടക്കട്ടെ, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ അല്ലേ? കൃഷ്ണ, എനിക്ക് കിട്ടാനുള്ള പണം 2-3 മാസത്തിനകം കിട്ടും. അതുവരേക്കും ഒരു തിരുമറി. അച്ചുമോളുടെ കല്യാണം ഭംഗിയായിട്ട് നടക്കണം. അത് മാത്രമേ ഇപ്പം എൻ്റെ മുന്നിലുള്ളൂ. നാളെ ആള് വരും വീട് വാങ്ങാൻ. ഓ, ഇനി ഒന്ന് കിടക്കണം. ഇരിക്കായിരുന്നു. എന്ത് പറ്റുമോനെ? അമ്മയ്ക്കിപ്പോ എന്നോട് ദേഷ്യമായിരിക്കും, എനിക്കറിയാം. എല്ലാം എൻ്റെ കൊള്ളരുതായ്മ. കുടുംബത്തിനൊരു പ്രയോജനമില്ലാത്തൊരു മകൻ. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. സ്വന്തം പെങ്ങളുടെ കല്യാണം പോലും നടത്തി കൊടുക്കാൻ പറ്റാത്തവൻ. ഒടുവിലിപ്പോ കിടപ്പാടം കൂടി നഷ്ടപ്പെടുത്തിയിട്ട്. സാരമില്ല മോനെ, എല്ലാം നമ്മുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയല്ലേ, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ. പണമില്ലാത്തത് കൊണ്ട് ഈ വിവാഹം മുടങ്ങരുത് മോനെ. അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. പണവും പ്രതാപവും ഒക്കെ ഇനിയും ഉണ്ടാവും. എനിക്കൊരു മോളെ മാത്രമല്ലല്ലോ, ഒരു മോനെ കൂടി തന്നിട്ടില്ലേ ദൈവം. അമ്മയ്ക്കത് മതി.
ചെല്ല്, മുംബൈ കിടക്ക. ഓ നമസ്കാരം. നമസ്കാരം. മോനെ വരൂ വരൂ. പഴയ തറവാടാണ്. അങ്ങോട്ടിരിക്കാം. കൊള്ളാം. ഇരിക്കൂ. മോനെ, അപ്പം ഇതിനെപ്പറ്റി അറിയാലോ. നമ്മൾ ഗൾഫിലേക്ക് അവിടത്തേക്ക് ഇവിടത്തേക്കൊക്കെ കുറച്ച് ആളെ കയറ്റിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് കണ്ടമാനം കാറ്റുപരത്തുണ്ടല്ലോ. മോന പിന്നെ തീരെ നിവൃത്തിയില്ലാത്തോണ്ടാ. അല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപയൊക്കെ ഏത് കണ്ണുപൊട്ടനും തരൂ ഇതിന്. കണ്ണോട്ടന്മാര് തരും. ഓരിതൊന്നും കാണുന്നില്ലല്ലോ. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞൊരു ചോദിക്കാം. നിങ്ങൾ ഈ രാജ്യത്തല്ലേ, നിങ്ങൾക്ക് നമ്മളെ നാട്ടിൽ നടക്കുന്ന സാമ്പത്തിക അവസ്ഥയെ പറ്റി വല്ലതും അറിയോ? ഇന്ത്യൻ ഉറുപ്പ്യക്ക് 10 പൈസന്റെ വിലയില്ല. പിന്നെ വില ഗൾഫിലെ അമേരിക്കയിലെ പൈസ ആയിട്ട് വരണം. അപ്പൊ നമ്മളെ രജനീകാന്ത് പറഞ്ഞാൽ എന്തായാലും ഞാൻ ഒരു തടവ് സണ്ണ 100 തടവ് സണ്ണ മാതിരി. ഓല പൈസ കിട്ടിയാൽ 100 ഉറുപ്പ്യ കിട്ടിയ മേനിയാ. ഇത് പിന്നെ ഞാൻ ഇന്റെ ഒരു ഔദാര്യം കൊണ്ട് ഒരു സഹായം കൂടി ആയിക്കോട്ടെ തരിക. അല്ല ഇത് ബാക്കി നമുക്ക് രജിസ്റ്ററിലാവാലോ. എന്തേ? അയ്യോ അത് പോരാ. അറിയാലോ, മോളുടെ കല്യാണക്കാരി ആയതുകൊണ്ട് അത്യാവശ്യമായി ഒരു 15എങ്കിലും വേണം. അതിനെന്താ, എപ്പോഴായാലും ഞാൻ തരണ്ടേ? അതെ. പിന്നെ ഇതിനൊക്കെ ഒരു കണക്കുണ്ടായാൽ മതി. ഞാനൊരു ചെറിയ അഡ്വാൻസ് തന്നു പോകാന്ന് വിചാരിച്ചാ. പിന്നെ നിങ്ങൾ ഈ അത്യാവശ്യം പറഞ്ഞതുകൊണ്ടാണിത്. ആ വക്കീലെ, നിങ്ങളൊരു കിതാബുണ്ടല്ലോ, എന്താണ് എൻ്റെ പേര്? പീനൽ കോഡ്. എന്ത് കോഡായാലും ശരി. പിന്നെ ഈ വസ്തു ഇവരെ രണ്ടാളും പേരിലാണല്ലോ. ആ സ്ഥിതിക്ക് നിങ്ങളെ കിതാബ് പ്രകാരം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് എഴുതി മേടിച്ചാലേ. ആ പൈസ കിട്ടിയ സന്തോഷത്തോടു കൂടി തന്നെ ഒപ്പിട്ടോളി. വാ. നീ എന്തിനാ അവനെ നോക്കുന്നത്? കൃഷ്ണ, പക്ഷേ അന്ന് രാത്രി എല്ലാവരെയും വഞ്ചിച്ച് ശ്രീധരട്ടെ ആ പണവുമായി മുങ്ങി. ആകെ തകർന്നുപോയ അർജുൻ അച്ഛനെ അന്വേഷിച്ച് നഗരത്തിലേക്ക് പുറപ്പെട്ടു. അന്ന് പോയതാണ് സർ അർജുൻ. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല.
ആ ശരി ശരി, ഒന്ന് അനങ്ങി വാടാ. നീ എന്താ സ്ലോ മോഷനിൽ നടക്കത്തുള്ളോ? തലേക്കെട്ട് അഴിക്കടാ. എന്താടാ വണ്ടിയില്? പിരട്ടോ കുഴലോ? അത് വീട്ടു സാധനങ്ങളാണ് സാറേ. വീട്ടു ചാമാനം. ഒരു കാര്യം ചെയ്യ്, ഒരു 500 രൂപ അവിടെ കൊടുത്തിട്ട് പോ. എന്തിനാ സാർ? ബുക്കും പേപ്പറും ഉണ്ട്. ഓ, അപ്പൊ നീ കാര്യം അറിഞ്ഞിട്ടേ കൊടുക്കത്തുള്ള. കഴിയത്തോടെ മോനെ, 4 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത ഇപ്പൊ നിയമം അറിയണം. ലൈസൻസ് എടുക്കടാ. ആ ഇങ്ങോട്ട് എടുക്കടാ. സാർ, എന്റെ പൊന്നു സാറേ, മാപ്പാക്കണം. കുഞ്ഞുകുട്ടി പരാധീനതകൾ ഉള്ളതാ. റിലാക്സ്. കാശ് വാങ്ങുമ്പോഴും മുട കാണിക്കരുത്. ഈ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുടെ കഥ തന്നെ പറയണം. മച്ച് ബെറ്റർ. ഹലോ അമ്മേ, ഞാൻ അർജുൻ. മോനെ, നീ ഇത് എവിടെയായിരുന്നു? നിന്റെ ഫോണിന് എന്താ പറ്റേ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചോന്നറിയോ? ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ നിനക്ക്? അമ്മേ, അത് ഞാൻ... ഒന്നും പറയണ്ട. മാധവൻ എല്ലാം പറഞ്ഞില്ലേ? 2 ആളും കൂടി വേഗം ഇങ്ങ് വന്നേക്കണം. മാധവനോ? മാധവനോടെ? എന്താ, അവൻ ഇതുവരെ അവിടെ എത്തിയില്ലേ? ഇല്ല. രാവിലെ വണ്ടിക്ക് പുറപ്പെട്ടതാണല്ലോ. ഞാൻ അവനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അമ്മ വിഷമിക്കണ്ട, ഞാൻ അവനെ കണ്ടുപിടിച്ചോളാം. എന്നിട്ട് ഞാൻ അമ്മേനെ വിളിക്കാം. അമ്മ എൻ്റെ പുതിയ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. ആ ശരി, പറഞ്ഞോ. 9845040506. ആ മോനെ, വേഗം നീ അവനെ കണ്ടുപിടിക്കേ. ശരി അമ്മേ. പിന്നെ അവൻ വിളിച്ചാ ഈ നമ്പർ അവന് കൊടുത്താൽ മതി. ശരി മോനെ, കൊടുത്തേക്കാം. ശരി. എടാ, ഞാനാ മാധവനാ. നീ ഇതെവിടെയാ? ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലാ. പോലീസ് സ്റ്റേഷനിലോ? അതെ. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് വരാം. ഞാനിപ്പോ ഇറങ്ങാൻ പോവാ. എന്നോട് പോയിക്കാളാൻ പറഞ്ഞു. ഇപ്പം അമ്മയെ വിളിച്ചപ്പോഴാണ് നിന്റെ പുതിയ നമ്പർ കിട്ടിയത്. എന്നാ നീ ഉടനെ തന്നെ ഗാന്ധിനഗർ ജംഗ്ഷനിലോട്ട് വാ. ഞാൻ അങ്ങോട്ട് വരാം. നിനക്ക് അങ്ങോട്ട് വരാനുള്ള വഴി അറിയൂ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. ശരി. ശരിയടാ.
വാത്സല്യത്തോടെ സ്പർശിക്കുന്നത് പോലും സംശയത്തോടെ നോക്കേണ്ട ഗതികേടിലാണ് സാക്ഷര കേരളം ഇന്ന്. ശ്രേഷ്ഠ ഭാഷാ പദവിയും സാക്ഷരതയും ഉടുപ്പുലയാതെ ജോലി ചെയ്യാനുള്ള മടിയും ഒഴിച്ചാൽ മറ്റെന്താണ് കേരളത്തിലുള്ളത്? പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഉപവാസ സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അടുത്തതായി ഹാരാർപ്പണമാണ്. എല്ലാവരും ഗാന്ധി പ്രതിമയുടെ അടുത്തേക്ക് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. अभी अभी മാഡത്തിന് നേരെ ആക്ടിവിറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ അതേപ്പറ്റി ഒന്നും പറയാനില്ല. എങ്കിലും ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് മാഡത്തിന് വ്യക്തിപരമായ അഭിപ്രായമുണ്ടോ? ഇതിന്റെ മുന്നിലും പിന്നിലും ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ മുന്നിലും പിന്നിലും ജനങ്ങളാണ്. മാഡം പ്ലീസ്, മാഡം എക്സ്ക്യൂസ് മീ പ്ലീസ്. ഇതാരാ ഇങ്ങനെ തല്ലിച്ചത്? ആകെപ്പാടെ കയ്യിലുള്ളൊരു ക്ലൂ ഇവനല്ലേ? എടോ, വല്ലതും പറ്റിയ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ? അല്ല സാർ, അത് എന്നിട്ടും ഇതുവരെ തിരുവായ തുറന്നില്ലേ? പഠിച്ച ക്രിമിനലാ സാറേ. ഒരു മൂളൽ പോലും വീണിട്ടില്ല അവന്റെ വായിന്ന്. ആ കെട്ടം കഴിച്ചേക്ക്. ആ ആര് ആരെ കൊല്ലാൻ എത്ര രൂപ തന്നു, അത് മാത്രം നീ പറഞ്ഞാൽ മതി. വെറുതെ വാശി പിടിക്കരുത്. തൂക്കി ഞാൻ കടലെറിയും. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതെങ്ങനെ വേണോന്ന് എനിക്കറിയാം.
ഇവിടുത്തെ സെക്യൂരിറ്റി ആദ്യം കണ്ടത്. അപ്പം തന്നെ വിളിച്ചറിയിക്കായിരുന്നു. ഇയാള് ബാച്ചിലറാ അല്ലേ? അതെ സാർ. സാമുവൽ ജോസഫിന്റെ വേക്കൻസിയിലാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. എൻ്റെ അറിവിൽ ഹി വാസ് എ ജുവൽ ഓഫ് എ പേഴ്സൺ. അങ്ങേയറ്റം ആത്മാർത്ഥത, 100% ഡെഡിക്കേഷൻ. സാമുവൽ ഈ ജോലി റിസൈൻ ചെയ്യാൻ എന്തെങ്കിലും കാരണം? ഉവ്വ് സാർ, അദ്ദേഹത്തിന് പുതിയൊരു കമ്പനിയിൽ നല്ലൊരു ഓഫർ ലഭിച്ചിരുന്നു. ഇന്നലെ അതിൻ്റെ ലോഞ്ചിങ് ഫംഗ്ഷൻ ആയിരുന്നു. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോൾ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ദിസ് വാസ് ഹിസ് ടീം സർ. 2 പേരും കൊണ്ടുണ്ടായിരുന്നു, അർജുനും അഭിരാമിയും. അവരും പക്ഷേ സാമുവലിനോടൊപ്പം തന്നെ റിസൈൻ ചെയ്തിരുന്നു. ഇതാണ് സർ റിസൈൻ ചെയ്തവരുടെ ഡീറ്റെയിൽസ്. സാമുവലും ഇവരും തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നം? ഇല്ല സർ, അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സാമുവൽ സാറിന്റെ കൂടെ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് അഭിരാമിയും അർജുനും റിസൈൻ ചെയ്തത് സർ. ഓഹോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഇനിയും വരും. ശരി സർ. നിങ്ങൾക്ക് വല്ല സംശയം തോന്നിയാൽ എന്നെ വിളിച്ചറിയിക്കണം. ഓക്കെ? നീ ഒരു കാര്യം ചെയ്യ്, നാട്ടിലേക്ക് വിട്ടോ. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ എത്തിക്കോളാം. അമ്മയോട് നീ എന്തെങ്കിലും പറഞ്ഞാൽ മതി. നീ ഒന്ന് അമ്മയെ വിളിക്ക്. ഒന്ന് വിളിക്കടാ. മോനെ, ആ, മാധവനെ കണ്ടു. അവൻ എൻ്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. അമ്മയെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞേ വരും. അതെന്താ? അർജുൻ അവിടെ 2 ദിവസം ജോലി കൂടിയുണ്ട്. പക്ഷേ നിങ്ങൾ വന്നെങ്കിലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കൂ. ആട്ടെ. ശരി അമ്മേ. ശരി മോനെ. നിനക്ക് അമ്മയോട് വിവരം പറയായിരുന്നില്ലേ? അത് പിന്നെ ഞാൻ ഹലോ, ആരാ? അതെ, ഞാൻ അർജുൻ. ഞാൻ മുകളിലേക്ക് വരാം.
ഇതെന്ത് പറ്റിയതാ? സർ, ഇന്നലെ രാത്രി എന്നെ കുറച്ചുപേർ ആക്രമിക്കാൻ ശ്രമിച്ചു. ആരായിരുന്നു? അറിയില്ല സർ. അർജുൻ ജോലി റിസൈൻ ചെയ്തല്ലേ? അതെ സർ. അതെന്താ, നല്ല ജോലിയായിരുന്നില്ലേ? അതല്ല സർ, എനിക്ക് നാട്ടിൽ പോകണമായിരുന്നു. എൻ്റെ പെങ്ങളുടെ കല്യാണമാണ് അടുത്ത മാസം. വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സാമുവൽ ജോസഫിന്റെ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാനല്ലേ താൻ റിസൈൻ ചെയ്തത്? അതെ സർ, അതായിരുന്നു ഉദ്ദേശം. പക്ഷേ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അതെന്താ, നിങ്ങൾ അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? ആയിരുന്നു, പക്ഷേ Hi guys, let's introduce a new player of our team, Mr. Arjun. അർജുൻ ബാങ്ക് സെറ്റിൽ ആദ്യമായിട്ടാണ്. എന്തെങ്കിലും സംശയം ഉണ്ടായാൽ നിങ്ങൾ വേണം തീർത്തു കൊടുക്കാൻ. ആൻഡ് ഓഫ് കോഴ്സ് മൈ ഡോർസ് ആർ ഓൾവേസ് ഓപ്പൺ. താങ്ക് യു സർ. നോ ഫോർമാലിറ്റീസ് അർജുൻ. പിന്നെ ഈ സാർ വിളി വേണ്ട. കോൾ മി സാം. ഷോ. ഈ ബോസും സബോർഡിനേറ്റ്സും തമ്മിലുള്ള അതൊക്കെ പണ്ടത്തെ കാലത്ത്. വി ആർ കൊളീഗ്സ്, മോറോവർ ഫ്രണ്ട്സ്. Arjun, this is your first assignment, okay? ഹലോ അബി, നമിതയോടൊന്ന് വരാൻ പറയൂ. യാ അർജുൻ. ഓക്കെ, അർജുൻ വിളിക്കുന്നു. എന്താ അർജുൻ? ഇതിന്റെ ഐ ഡി പ്രൂഫ് ഇൻകറക്റ്റ് ആണ്. അതെ അർജുൻ. ഇത് പറ്റില്ല. ഇതിന്റെ ഒറിജിനൽ ഐ ഡി പ്രൂഫ് ഉണ്ടോ? എന്നിട്ട് ലോഗിൻ ചെയ്യാം. വാട്ട്സ് ദ പ്രോബ്ലം? അബി, ഇയാളുടെ ഐ ഡി പ്രൂഫ് കറക്റ്റ് അല്ല. ഫേക്ക് ആണെന്നൊരു സംശയം. ഓ, കാണിച്ചേ. നീ അത് മൈൻഡ് ചെയ്യണ്ട. ഞാനത് വെരിഫിക്കേഷൻ നടത്തി സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്നിത് ലോഗിൻ ചെയ്തില്ലെങ്കിൽ ഇവളുടെ ടാർഗറ്റ് അച്ചീവ് ആകില്ല. ദാ. അല്ല ബി. ചിൽ, ഞാൻ സോർട്ട് ഔട്ട് ചെയ്തോളാം. ഓക്കെ ഓക്കെ. അശ്വതിയുടെ കല്യാണത്തിനുള്ള പൈസ സഞ്ജയ് തരാന്ന് പറഞ്ഞപ്പോഴാ ഒരു സമാധാനമായത്. ആഹാ, അതാടാ നല്ല ഫ്രണ്ട്സ് ഉണ്ടായാല്. ദേ എന്നെ പോലെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? എടാ, നീ ബാങ്കിങ് ആഡ്സ് കണ്ടിട്ടില്ലേ? ഞങ്ങൾ 10 lakh അക്കൗണ്ട് ക്രോസ് ചെയ്തു, ഞങ്ങളാണ് ബാങ്കിങ്ങിൽ നമ്പർ 1. ഇതിൽ 80% അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഇത് തന്നെയാ കഥ. നമ്മുടെ ജോലി സെയിൽസാ. നമുക്ക് നല്ല ടാർഗറ്റ് പ്രഷറും ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് മുഴുവൻ ഞാൻ വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത കാര്യങ്ങളാ. അതുകൊണ്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. നീ ഇതൊന്നും കാര്യാക്കണ്ട. എടാ, മന്ത് എൻഡാണ് വരുന്നത്. ഞാൻ കുറച്ച് ഡോക്യുമെന്റ്സ് തരും, നീ അത് ചവിട്ടി കയറ്റിക്കോണം. പിന്നെ തൽക്കാലം ഞാൻ പറയുന്ന കേട്ടാ മതി. ശരി മാഡം. ചായ കുടിക്ക്.
എടാ, ഒരു പെൺകുട്ടിയുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിസിഷൻ എന്താണ്? അതിപ്പോ ഡിപ്പെൻസ്. കല്യാണം, കുട്ടികൾ, അങ്ങനെ പലതും. എക്സാക്ട്ലി. നാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പോവാ. And I want you there. ഞാനോ? അതെ, ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ആളോട് എനിക്ക് എൻ്റെ ഇഷ്ടം തുറന്നു പറയണം. അപ്പൊ നീ എൻ്റെ കൂടെ വേണം, എനിക്കൊരു മോറൽ സപ്പോർട്ടിന്. അർജുൻ, അപ്പൊ മറക്കണ്ട, നാളെ ഈവനിങ് 5 o'clock സൗത്ത് പാർക്കിലെ ഫുഡ് കോർട്ടിൽ. ഓക്കെ, ബൈ. അർജുൻ, അപ്പൊ മറക്കണ്ട, നാളെ ഈവനിങ് 5 o'clock സൗത്ത് പാർക്കിലെ ഫുഡ് കോർട്ടിൽ. ഓക്കെ. കുറെ നേരമായോ വന്നിട്ട്? ഹലോ. ഊഫ്. ഒരു മിനിറ്റ്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ നിന്നെ വിളിച്ചോളാം. ക്യാരി ഓൺ. ഹലോ. എന്താ ഒരു മൂഡ് ഓഫ്? ഒന്നുമില്ല. നോ, സംതിങ് ഈസ് ട്രബിളിങ് യു. ഒന്നുമില്ല അഭി, എനിക്ക് പോണം. എന്താ ഇത്ര തിരക്ക്? സഞ്ജയനൊന്ന് കാണണം, ആ ക്യാഷിന്റെ കാര്യം. അപ്പൊ നിനക്ക് കാണണ്ട, അറിയണ്ട, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ അല്ലേ? ദേ, ഇതിനകത്തുണ്ട് ആള്, തുറന്നു നോക്ക്. He is the guy. ഞാൻ എന്നേക്കാൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾ. ഞാൻ അഭിരാമി ആദ്യമായിട്ട് കണ്ട ദിവസവും ആ കോഫി ഷോപ്പിൽ വന്നത് സഞ്ജയനെ കാണാൻ വേണ്ടി തന്നെയാണ്. അവൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞതുവാ. ഞാനത് വിശ്വസിച്ചു പോയി. പിന്നെ മനസ്സിലായത് അവനെന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അശ്വതിയുടെ കല്യാണം നടത്തും? നീ ടെൻഷൻ അടിക്കണ്ട, നമുക്കൊരു വഴിയുണ്ടാക്കാം. ഞാൻ സാമിനോട് സംസാരിക്കാം, അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും.
ഓക്കെ? അവിടെ നിപ്പുണ്ട്. ആ, നിങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയത്. ഇത് ഫാദർ മറ്റത്തിൽ, ഈ ഓർഫനേജിന്റെ ചുമതലയുള്ള അച്ഛനാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഈ മാസം ഇതേ ഉള്ളൂ. തമ്പുരാന്റെ കൃപ കൊണ്ട് അടുത്ത മാസം കൂടുതൽ മെച്ചപ്പെടുത്താം. പ്രാർത്ഥിക്കണം. ഇത് തന്നെ വലിയൊരു പുണ്യല്ലേ സാമൂലേ? ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരുപക്ഷെ കർത്താവ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചതാവും. കർത്താവ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ കുഞ്ഞുങ്ങളുടെയും എൻ്റെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു ഫാദർ. എങ്കിൽ ഞാനങ്ങോട്ട്. ഓ, ആയിക്കോട്ടെ. ദാ അബ്രാമ എല്ലാം പറഞ്ഞില്ലേ? തന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. അർജുൻ, നിനക്കറിയോ, അബ്രാമയും ഞാനും ഇതേപോലൊരു ഓർഫനേജിൽ അന്തേവാസികളായിരുന്നു. നല്ല ഭക്ഷണം, പുതിയ ഉടുപ്പ്, ഇതൊക്കെ കാണുന്നതെന്ന് കൊതിയായിരുന്നല്ലോ. ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ അതിൽ കുറിച്ച് ആ കുട്ടികൾക്കും കൊടുക്കണമെന്ന് തോന്നി. അർജുൻ, ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതങ്ങളൊന്നും ഈ കുട്ടികൾ അനുഭവിക്കാൻ പാടില്ല. അവരാഗ്രഹിക്കുന്ന രീതിയിൽ വളരാനുള്ള അവസരം അവർക്കും കിട്ടണം. ദാറ്റ്സ് വൈ ഇങ്ങനൊരു പ്ലാൻ. ആൻഡ് യു ക്യാൻ ഹെൽപ്പ് us, only you. ഞാനെന്താ ചെയ്യേണ്ടത്? പറയാം. സി അർജുൻ, ഇതൊരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫയലാണ്. ഇതിലുള്ള രേഖകളെല്ലാം ഫേക്കാണ്. ഇത്തരത്തിലുള്ളൊരു കമ്പനിയോ ഇതിലെ ഫോട്ടോയിൽ കാണുന്ന ആളോ നിലവിലില്ല. യു നോ വൺ തിങ്, നമ്മുടെ ബാങ്കിൽ വിവിധ അക്കൗണ്ടുകളിലായി ട്രാൻസാക്ഷൻ നടക്കാതെ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഡെപ്പോസിറ്റുകളുണ്ട്. അതിൻ്റെ അവകാശികൾ ആരും തന്നെ അതിൽ ടച്ച് ചെയ്തിട്ട് വർഷങ്ങളായി. കുട്ടിക്കഥകളിലെ മയിൽപ്പിലി പോലെ പെറ്റുപെരുകുന്ന കള്ളപ്പണം. അത് ബാങ്കിൽ കിടന്ന് ആർക്കെന്ത് ഉപകാരം? പക്ഷേ നമ്മൾ കുറച്ച് വളഞ്ഞ വഴി പ്രയോഗിച്ച ഈ പാവം കുട്ടികൾക്ക്, അവരുടെ സ്വപ്നങ്ങൾക്ക് ആ പണം ഉപയോഗപ്പെടും. അതെങ്ങനെ? പറയാം. പക്ഷേ അതിനു മുമ്പ് എനിക്കറിയണം, ആരെയും ദ ഗെയിം. ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ എന്ന് എനിക്കറിയണം. അർജുൻ, ഇതാണ് ഡോക്ടർ നയനാൻ കോശി, നഗരത്തിലെ തിരക്കേറിയ വെസ്റ്റേൺ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ്. സ്വന്തമായി 2-3 ക്ലിനിക്കുകൾ. അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിലോ ഒരു പ്രധാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ്, റോസമ്മ നയനാൻ. 2 പേർക്കും കൂടി വിവിധ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ. വർഷങ്ങളായി വെറുതെ കിടക്കുന്ന ഈ ഫണ്ടിൽ നിന്നും TDS പിടിക്കുന്നല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. ഇദ്ദേഹം അഡ്വക്കേറ്റ് ഹേമന്ത് കർത്ത, നഗരത്തിലെ പ്രഗത്ഭ MA സീറ്റ് അഡ്വക്കേറ്റ്. ഏതാണ്ട് 20 കൊല്ലത്തോളമായി നഗരത്തിലെ ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽമെന്റിൽ വർക്ക് ചെയ്യുന്നു. എല്ലായിടങ്ങളിലും അദ്ദേഹത്തിന്റെ കണ്ണും കാതുവെത്തും. എല്ലാ ഹോസ്പിറ്റലുകളുമായും നല്ല ബന്ധം. ഇവിടെ പല അപകടങ്ങളും ഇങ്ങേരിലൂടെ സൃഷ്ടിക്കപ്പെടുന്നൊരു സംസാരമുണ്ട്. പിന്നെ ഇതൊന്നും കേട്ട് അർജുൻ ഞെട്ടണ്ട. ഇത് വലിയ വലിയ ആൾക്കാരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇനി നീ എന്താ ചെയ്യേണ്ടെന്ന്. 1 കോടി രൂപ. ഇന്നത്തെ കാലത്ത് അതൊരു തുകയേ അല്ല, പക്ഷേ നമുക്കത് വലുതാണ്. ഒരു നല്ല തുടക്കത്തിന്. ആൻഡ് യു ഡിഡ് ഇറ്റ് അർജുൻ. ഒരു സന്തോഷ വാർത്തയുണ്ട്. അടുത്ത മാസം നമ്മുടെ പുതിയ കമ്പനിയുടെ ലോഞ്ചിങ് ആണ്, ക്രൗൺ പ്ലാസിക്.
കുഞ്ഞ് ഞാൻ പറഞ്ഞവരൊക്കെ പോയി കണ്ടില്ലേ? അവരെല്ലാം ശ്രീധരേട്ടനെ നന്നായിട്ട് അറിയുന്നവരാ. ഉവ്വ് കണ്ടിരുന്നു. പക്ഷേ അവർക്കാർക്കും ഇപ്പോൾ അച്ഛനോടാണെന്ന് അറിയില്ല. അവൻ ഉണ്ടാക്കാൻ നടക്കുന്ന പോടാ അവിടുന്ന്. എനിക്ക് എന്നെ അറിയത്തില്ല. ഈ ചോദ്യം നീ കണ്ടിട്ടില്ല. ആരാടാ? എന്താടാ? നീ വലിയൊരു മറ്റവൻ. അയ്യോടാ. ആഹാ, നമുക്ക് കാണാമല്ലോ. ആഹാ, ഒന്ന് മാറിക്കണം അവിടെ. ആരാടാ അത്? കഴിഞ്ഞ 5 വർഷമായി ഈ ഓർഫനേജിന്റെ നടത്തിപ്പ് ചുമതല എനിക്കാ. ഇതാണ് നിങ്ങൾ പറഞ്ഞ അച്ഛൻ, ഫാദർ വർഗീസ് മറ്റത്തിൽ. ഫാദർ മരിച്ചിട്ടിപ്പോൾ 5 വർഷമായി. കഴിഞ്ഞു മോളെ. അനങ്ങാനാവാത്ത വിധം നിന്റെ രാജാവ് ബ്ലോക്കായി. കൂടെ നിന്ന് ചതിക്കുന്നോടാ നായിന്റെ മോനെ. ആ പാവം അനാഥ പിള്ളേരെ മുൻനിർത്തി എന്നെ വെച്ച് കോടികൾ അടിച്ചു മാറ്റാനാണ് നിന്റെ കണക്കൂട്ടില്ലെങ്കിൽ വേണ്ട. നെറ്റി പോറാൻ പോലും നിനക്ക് അതിൽ നിന്ന് ചില്ലി കാശ് കിട്ടില്ല. അർജുനാ പറയുന്നത്. ആരാണ് അർജുൻ? പേഷ്യന്റ് അന്വേഷിക്കുന്നു. അർജുൻ നിൽക്ക. അഭിരാമിയെ താനിപ്പോ കാണണ്ട. ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ലോബിലാണ് ക്ഷതം. മേ ബി എനി ടൈം ഷീ ക്യാൻ ലൂസ് ഹർ മെമ്മറി ആൻഡ് ഹർ ലൈഫ് ആൻഡ് ഷീ നോസ് ഹർ കണ്ടീഷൻ. ഡോക്ടർ. യെസ്. അഭിരാമി, അർജുൻ എല്ലാം പറഞ്ഞു. അവനിപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ഹാക്ക് ചെയ്യാൻ 100 പേരെ കിട്ടും. പക്ഷേ വിശ്വസിച്ച് കൂടെ നടത്തുന്ന ഒരാളെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ തോറ്റുന്ന അർത്ഥം. വി നീഡ് അറ്റ് എനി കോസ്റ്റ്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്ന പോലെ നമ്മുടെ ജീവിതം മാറി മറിയാൻ അവൻ വേണം. ബട്ട് ഹൗ സാം? ഹാക്ക് ചെയ്യും. പണമെങ്കിൽ പണം, അതല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത്. പക്ഷേ
അവൻ നമ്മുടെ കൂടെ വേണം. യു ക്യാൻ പ്ലാൻ ഇറ്റ്. വെറും ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവായിട്ടല്ല നമ്മൾ അർജുനെ അപ്പോയിന്റ് ചെയ്തത്. സി, ഇതാണ് നമ്മുടെ ലൈഫ് ലൈൻ. ഇത് വെച്ച് നമ്മളൊരു കളി കളിക്കുന്നു. കോടികൾ ഈ അക്കൗണ്ടിൽ വെറുതെ കിടക്കുകയാണ്. ഇതിൽ നിന്നും 1 കോടി രൂപ നമ്മൾ വലിക്കുന്നു. അർജുൻ്റെ സഹായത്തോടെ, ഒരു കുഞ്ഞുപോലും അറിയാതെ. Just 1 crore? മൈ എയിം ഈസ് നോട്ട് 1 crore. 1 crore ഡെപ്പോസിറ്റ് കാണിച്ചാൽ 20 crores HACD എന്ന ഫോറിൻ ബാങ്ക് നമുക്ക് പ്രൊജക്ട് ലോൺ തരും. പ്രൊജക്റ്റും പ്ലാനും റെഡിയാണ്. ബട്ട് വി നീഡ് ദാറ്റ് 1 crore. അതിനാണവൻ അർജുൻ, നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള താക്കോൽ. ഇവനെ വെച്ച് നമ്മൾ അത് നേടിയിരിക്കും. നമ്മുടെ അക്കൗണ്ട് ചാർട്ടിങ് ഏതാണ്ട് പൂർത്തിയായി. ലിസ്റ്റെല്ലാം നിന്റെ മെയിലിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അവൻ ഇതൊക്കെ സമ്മതിക്കുമെന്നാ എൻ്റെ പേടി. ഫേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ലോഗിൻ ചെയ്യിക്കുന്നതന്നെ ഒരു കണക്കിന്. ആവശ്യം നമ്മുടെ അല്ലേ. ഡു വൺ തിങ്, നീ എങ്ങനെയെങ്കിലും അവനെ ഓർഫനേജിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുപോവാ. പറഞ്ഞു നോക്കാം. അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതിനല്ലേ ദൈവം സ്ത്രീകൾക്ക് ആ ഒരു കഴിവ് നൽകിയിരിക്കുന്നത്. കഴിവോ? എന്ത് കഴിവ്? ഒരു നോട്ടം കൊണ്ട് റോമ സാമ്രാജ്യം കാൽക്കീഴിൽ വെപ്പിച്ച് ക്ലിയോപാട്രയുടെ കഴിവ്. ലവ് ഹിം. വാട്ട് സാം? നിന്റെ പ്രണയം അവൻ വിശ്വസിക്കണം, വിശ്വസിപ്പിക്കണം. നമുക്ക് വേണ്ടി. ദേ നോക്ക്. ഓ, ഈ അച്ഛന്മാരെ സമ്മതിക്കണം. എന്തൊരു ചൂടായി ഈ സാധനത്തിന്. മനുഷ്യൻ കഷ്ടപ്പെട്ടു പോയി. ഇതിലും ഭേദം സകാരാമരി മൂവി പോയ മണലും വരുന്ന. ചോദിച്ചാൽ കൂടുതൽ കാശുണ്ട്. ഏതായാലും ഫാദർ മറ്റത്തിൽ കാലക്കി. അത് പിന്നെ അഭിനയം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നില്ല സാറേ. പോഞ്ഞിക്കരപ്പള്ളിയിലെ പള്ളിപ്പെരുന്നാളിന് ജോർജാണ് താരം. ആ ചെക്കോ? ചെക്ക ലോകയുടെ പോക്കറ്റിൽ തന്നെയുണ്ട്. ജോർജിന് എന്തിനാ ചെക്ക്? അല്ല പിന്നെ. ഇനി ഇതേപോലെ എന്തെങ്കിലും വേഷം വന്നാൽ വിളിക്കണേ സാറേ. അർജുൻ നിരപരാധിയാണ് സാർ. ഡോക്ടർ, സർ, ഷീ ഈസ് വെരി ക്രിട്ടിക്കൽ. ഇനി അധികം സംസാരിപ്പിക്കണ്ട. ഡോക്ടർ, എനിക്ക് സംസാരിക്കണം. ഓക്കെ സർ, അർജുൻ നിരപരാധിയാണ്. സാമിൻ്റെ നിർദ്ദേശപ്രകാരം ഹേനാൻ കോശിയെ പോലെ പലരെയും ഞങ്ങൾ ചതിച്ചിട്ടുണ്ട്. സാമിൻ്റെ ലക്ഷ്യം 1 കോടി രൂപയായിരുന്നു. അവൻ്റെ പ്ലാൻ പോലെ തന്നെ ഞങ്ങൾ 1 കോടി രൂപ അച്ചീവ് ചെയ്തു. പ്രോജക്റ്റ് ലോണിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 5 കോടി ഞങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി. ബാക്കി 15 കോടി രൂപ കമ്പനിയുടെ ലോഞ്ചിങ്ങിന് ശേഷം കിട്ടുമായിരുന്നു. അതുപ്രകാരം കമ്പനിയുടെ ലോഞ്ചിങ് ഡേ ഞങ്ങൾ ഫിക്സ് ചെയ്തു. ലോഞ്ചിങ് കഴിഞ്ഞ ഇന്ത്യ വിടുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ലോഞ്ചിങ് ഡേയുടെ തലേന്നാൾ സാമിൻ്റെ പ്ലാൻ അർജുൻ തിരിച്ചറിഞ്ഞു.
വിത്ത് അഡ്വാൻസ്. ബാക്കി ഡീൽ കഴിഞ്ഞതിന് ശേഷം ജംഗ്ഷനിൽ 10 മണിക്ക്. ശരി. അവിടെ വെച്ച് തന്നെ തീർക്കണം. അന്ന് ഉച്ചയ്ക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. തലേന്ന് രാത്രി തന്നെ തീർത്തേക്കാം, വേണമെങ്കിൽ ഇന്ന് തന്നെ. വേണ്ട, ഞങ്ങളുടെ ലോഞ്ചിങ് ഫംഗ്ഷൻ തീരുന്നവരെ അവൻ വേണം. ഞങ്ങൾ ഇന്ത്യ വിടുന്നവരെ അവൻ ജീവിച്ചിരുന്നോട്ടെ. പിന്നെ സംഭവം കഴിഞ്ഞാൽ സ്പോട്ടിൽ വെച്ച് തന്നെ ബാക്കി ക്യാഷ് ഇവള് തരും. ശരി. ജംഗ്ഷനിൽ ഇവളുണ്ടാകും. ഓക്കെ, വണ്ടി എടുക്കുക. സാം, അവനെ കൊല്ലണോ? അവന്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങി പറഞ്ഞു വിട്ടാ പോരെ? പോരാ. എന്താ, നിനക്ക് അവനോട് പ്രേമം തോന്നി തുടങ്ങിയോ? കൊല്ലണം. നമ്മുടെ യാത്രയിൽ യാതൊരു തടസ്സവും പാടില്ല. 30-ാം തീയതി രാവിലെ 10 മണി. ആ സമയത്ത് അവൻ്റെ മരണം നീ എന്നെ വിളിച്ചറിയിക്കണം. പിന്നെ സമാധാനത്തോടെ നമുക്ക് ഇന്ത്യ വിടാം. അതിനു മുമ്പ് ഒരു പ്രധാന കാര്യം, അവൻ്റെ ലാപ്ടോപ്പ് നീ വാങ്ങണം. ഒരു തെളിവ് അവശേഷിപ്പിക്കരുത്. നമുക്കും ജീവിക്കണം, ആരുടെയും ശല്യമില്ലാതെ, സമാധാനത്തോടെ. Let's go. I like you go. Come on with me. Tempting me. Keep on moving. Now shake it, go. 1, 2, 3, 4. It's after party time. കണ്ടാൽ പെണ്ണാൾ ഒരു പാപം, തൊട്ടാൽ പൊട്ടും ഇളം പ്രായം. കണ്ടാൽ പെണ്ണാൾ ഒരു പാപം, തൊട്ടാൽ പൊട്ടും ഇളം പ്രായം. താഴെ വന്നു കണ്ടാൽ, ദൂരെ നിന്നു കണ്ടാൽ, മോഹങ്ങൾ ആർക്കും തരാം. കൂടെ പോരുകില്ല, കൂട്ടിൽ വീഴുകില്ല, സ്വപ്നത്തിൽ മാത്രം വരാം. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പോലെ പാർട്ടി നടക്കുന്ന രാത്രി അവന്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങി അർജുനെ കൊല്ലാൻ ജോണിയും കൂട്ടരും കരുക്കൾ നീക്കി തുടങ്ങി. എന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അന്ന് രാത്രി ഇതെവിടെ പോയി? ഇതെവിടെ? പാസ്പോർട്ടും എയർ ടിക്കറ്റും ഞാൻ എവിടെയാ വെച്ച്? സാമിനെ ഒന്ന് വിളിച്ചാലോ? എവിടെ കൊണ്ടേ വെച്ചെന്നാവും.
സാം എവിടെ? അത് നിങ്ങളാരാ? പെരക്കാത്തവരായിട്ട് നീ ഞാനും വളർന്നത്. പക്ഷെ ആ പെർപ്പുകേട് നീ എന്നോട് കാണിച്ചു അല്ലട പന്നി. എല്ലാ വഴികളാടി, എല്ലാരും വഴികളാ രക്ഷപ്പെടാനുള്ള വഴി. അതിലൊരു വഴി മാത്രമാണ് നീ. കൊല്ലൂടാ ഞാൻ നിന്നെ. എന്നെ കൊന്നിട്ട് നീ എവിടെ പോവാനടി? കരുക്കൾ നീക്കിയത് സാമാണെങ്കിൽ കളി ജയിക്കാനും സാമിനറിയാം. നാളത്തെ പകൽ താണ്ടില്ല നീ. അതിനുള്ള പണി എപ്പോഴേ പോയി കഴിഞ്ഞു. ഇത് അഡ്വാൻസ്. ബാക്കി ഡീൽ കഴിഞ്ഞതിന് ശേഷം ജംഗ്ഷനിൽ 10 മണിക്ക്.
ഞാനിപ്പോ ജംഗ്ഷനിലേക്ക് പുറപ്പെട്ടു. ഓ ഗോഡ്, നീ അങ്ങോട്ട് പോവരുത്, കുഴപ്പമാണ്. ഹലോ 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 ഹലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അച്ഛൻ മകളുടെ ചുമരിൽ വാത്സല്യത്തോടെ സ്പർശിക്കുന്നത് പോലും സംശയത്തോടെ നോക്കേണ്ട ഗതികേടിലാണ്. അമ്മ പെങ്ങന്മാരെ കാമം നിറഞ്ഞ കണ്ണുകളിലൂടെ നോക്കി കാണുകയും ചെയ്യുന്ന ഈ ആസുരത നിറഞ്ഞ യുവത്വമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഉപവാസ സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അബി, അബി, ഇതാണ് സർ സംഭവിച്ചത്. സർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അർജുൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ വെറുതെ വിടണം. പാവം. എല്ലാ തെറ്റുകളും ഞാൻ ഏറ്റെടുക്കുന്നു. സർ, എനിക്ക് അർജുനെ ഒന്ന് കാണണം, പ്ലീസ്. Let's go. I like you go. Come on with me. Tempting me. Keep on moving. Now shake it, go. 1, 2, 3, 4. It's after party time. കണ്ടാൽ പെണ്ണാൾ ഒരു പാപം, തൊട്ടാൽ പൊട്ടും ഇളം പ്രായം. കണ്ടാൽ പെണ്ണാൾ ഒരു പാപം, തൊട്ടാൽ പൊട്ടും ഇളം പ്രായം. താനെ വന്നു കണ്ടാൽ, ദൂരെ നിന്നു കണ്ടാൽ, മോഹങ്ങൾ ആർക്കും തരാം. കൂടെ പോരുകില്ല, കൂട്ടിൽ വീഴുകില്ല, സ്വപ്നത്തിൽ മാത്രം വരാം.
never say you're gonna bleed. Hit the flow and keep on waving. Everything you're gonna do, let's go, take it nice and slow. Don't stop, baby, make it flow, make it flow, make it do. Let's take this body, go explode. Yeah, ooh, 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 yeah, hey. വേണ്ട വേണ്ട വല വീശിടേണ്ട അനുരാഗമാണെന്ന പോലെ സ്നേഹം നൽകാൻ ആശിച്ചുവെങ്കിൽ